ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായി ഗോവ കണക്കാക്കപ്പെടുന്നു. ബീച്ചുകൾ, ശാന്തമായ അന്തരീക്ഷം, പഴയ കോട്ടകൾ, പള്ളികൾ മുതലായവയ്ക്ക് ഗോവ പ്രശസ്തമാണ്. എന്നാൽ ഇത് വളരെ പ്രശസ്തമായ മറ്റൊരു കാര്യം അതിന്റെ ക്ഷേത്രങ്ങളാണ്. ഈ വിദേശ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാംനാഥി ക്ഷേത്രം രാംനാഥ് പ്രഭുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഭഗവാൻ രാംനാഥ് ശിവന്റെ അവതാരമായി കണക്കാക്കപ്പെടുന്നു. ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ബാൻഡിവേഡ് എന്ന മനോഹരമായ നഗരത്തിലാണ് ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. ഈ ക്ഷേത്രം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ശൈവ, വൈഷ്ണവ ആരാധനകളിൽ നിന്നുള്ള ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ശിവന്റെ അവതാരമായ രാംനാഥാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ശ്രീ കാമാക്ഷി, ശ്രീ സിദ്ധനാഥ്, ശ്രീ ലക്ഷ്മിനാരായണൻ, ശാന്ത ദുർഗയാദേവി തുടങ്ങിയ മറ്റു ഉപദേവന്മാരെയും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഈ ക്ഷേത്രം അതിമനോഹരമായ രൂപകൽപ്പനയുടെയും അസാധാരണമായ വാസ്തുവിദ്യയുടെയും ഒരു മാസ്റ്റർപീസാണ്. അതിനാൽ ഈ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ പ്രശാന്തവും നിഗൂഢവുമായ ഈ സ്ഥലം പ്രബുദ്ധതയും സംതൃപ്തിയും നൽകുന്നു. ഈ ക്ഷേത്രത്തിൽ 7 പ്രധാന ദേവതകളുണ്ട്. അവയ്ക്കെല്ലാം അവരുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളുണ്ട്. ബ്രാഹ്മണ രാജാവായ രാവണനെ തോൽപ്പിച്ച് രാമൻ അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ BC 3000-ൽ രാമനാഥി അല്ലെങ്കിൽ രാംനാഥ് എന്ന പുരാതന ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം. പുരാതന കാലത്ത് ബ്രാഹ്മണനെ കൊല്ലുന്നത് ഏറ്റവും വലിയ പാപമായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ വിജയിക്കുന്നതിന് ഒരു ബ്രാഹ്മണനെ കൊല്ലണമെന്നും പാപത്തിന് പശ്ചാത്തപിക്കണമെന്നും രാമൻ വളരെയധികം വിഷമിച്ചുവെന്ന് പറയപ്പെടുന്നു. രാമൻ ഒരു ശിവലിംഗം നിർമ്മിച്ച് അതിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും അവന്റെ സമർപ്പണം കണ്ട് ശിവൻ അദ്ദേഹത്തിന് ഒരു സദസ്സ് നൽകുകയും ദോഷപരിഹാരത്തിനായി ഗോരഖ്നാഥിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. രാമനാഥന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും ശക്തികൾ ഒന്നായിത്തീർന്ന ഒരു പുണ്യസ്ഥലമാണ് രാംനാഥ് ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ശ്രീ രാംനാഥ് ക്ഷേത്രം ഊർജ്ജത്തെ ശുദ്ധീകരിക്കുകയും പുനർനിർവചിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദുമതത്തിന്റെ അനുയായികളുടെ ഒരു പ്രധാന ആരാധനാലയവും തീർത്ഥാടനവും. ദക്ഷിണ ഗോവയിലെ ലൌഡോലിമിലാണ് സാൽസെറ്റ് ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചതെന്നും പിന്നീട് പോർച്ചുഗീസ് മേധാവികൾ അത് തകർക്കുന്നത് തടയാൻ ഇന്നത്തെ സ്ഥലത്തേക്ക് മാറ്റിയെന്നും പറയപ്പെടുന്നു. സങ്കീർണമായ ദ്രാവിഡ വാസ്തുവിദ്യയുടെ അടിസ്ഥാന ഘടകങ്ങൾ കലർന്ന ആധുനിക വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ക്ഷേത്രം. 2 ദൈവങ്ങളുടെയും ഊർജ്ജങ്ങളുടെ സംഗമസ്ഥാനമാണ് ഈ ക്ഷേത്രം. ഗോവയിലെ ബന്ദിവാഡെ, ഗൌഡ് സരസ്വത് ബ്രാഹ്മണരുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ഗോകുർ മഠം, ആൻഡ് കാശി മഠം എന്നിവയിൽ ഉൾപ്പെടുന്നു. ദൈവജ്ഞ ബ്രാഹ്മണരും വൈശ്യരും പ്രാഥമിക ആരാധകരാണ്. മറ്റ് ഗോവൻ ബ്രാഹ്മണ ക്ഷേത്രങ്ങൾക്ക് സമാനമായി രാംനാഥിയിലും പഞ്ചായത്ത് സമ്പ്രദായം ഉൾക്കൊള്ളുന്നു. അതിനാൽ ഈ ക്ഷേത്രത്തിൽ 5 പ്രധാന ദേവതകളുണ്ട്: ശ്രീ രാംനാഥ്, ശാന്തേരി, കാമാക്ഷി, ലക്ഷ്മി നാരായൺ, ഗണപതി, ബേതൽ, കാലഭൈരവൻ എന്നിവരും മറ്റു കുടുംബപുരുഷന്മാരും ഉണ്ട്. രാംനാഥ് പ്രധാന പ്രതിഷ്ഠയായതിനാൽ ക്ഷേത്രം രാംനാഥി എന്നറിയപ്പെട്ടു. കൂടാതെ റിവോണയിൽ നിന്നുള്ള ശാന്തേരി ദേവിയുടെയും ലൌതോലിമിൽ നിന്നുള്ള കാമാക്ഷി ദേവിയുടെയും വിഗ്രഹങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ശ്രീ ലക്ഷ്മിനാരായൺ, ശ്രീ സിദ്ധിനാഥ് അതായതു വിനായകൻ, ശ്രീ ബേത്തൽ, ശ്രീ കാലഭൈരവൻ എന്നിവരുടെ വിഗ്രഹമുണ്ട്. ഇത് രാംനാഥി പഞ്ചായത്തിനെ പൂർത്തീകരിക്കുന്നു. കുലവികളോ അനുബന്ധ കുടുംബങ്ങളോ മതപരമായ പീഡനം കാരണം സൽസെറ്റിൽ നിന്ന് കുടിയേറി ഇപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് താമസിക്കുന്നു. ഗോവ, മുംബൈ, തീരദേശ കർണാടക, കേരളം, വിദേശത്ത് എന്നിവിടങ്ങളിൽ ധാരാളം കുലവികൾ താമസിക്കുന്നു. ഒരു പ്രധാന കുടുംബ പരിപാടിക്ക് ശേഷം ക്ഷേത്രത്തിൽ വരുന്ന ആചാരം തുടരുന്നു. മാധ്വ അനുയായികളായ ഗൌഡ് സരസ്വത് ബ്രാഹ്മണരുടെ കൗണ്ഡിന്യഗോത്രത്തിൽ നിന്നും ദൈവജ്ഞ ബ്രാഹ്മണ സമാജത്തിൽ നിന്നുമാണ് കുലവികൾ പ്രധാനമായും വരുന്നത്. ഗരുഡന്റെയും ഹനുമാന്റെയും പതിവ് സ്ഥാനങ്ങളിൽ ഛായാചിത്രം കമാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. സീത, രാമൻ, സഹോദരൻ ലക്ഷ്മണൻ എന്നിവർ, രാമഭക്തനായ ഹനുമാൻ. ഒരു ലിംഗത്തെ മുട്ടുകുത്തി ആരാധിക്കുന്നതിന്റെ ചിത്രങ്ങൾ ക്ഷേത്രത്തിൽ ദ്വാരപാലകരോടൊപ്പം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. സംരക്ഷകരും താഴെയുള്ള ആനകളും തുമ്പിക്കൈയിൽ മാല വഹിക്കുന്നു. റിവോണയിൽ നിന്നുള്ള സാന്തേരി ദേവിയുടെയും ലൌടോലിമിൽ നിന്നുള്ള കാമാക്ഷി ദേവിയുടെയും വിഗ്രഹങ്ങളും ക്ഷേത്രത്തിലുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും ശ്രീരാംനാഥിന്റെ പാലകിയാണ് ആനുകാലികമായി ആഘോഷിക്കുന്നത്. ഈ ലോകത്ത് ശ്രീരാമൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ശരിയായ ത്രേതായുഗകാലത്ത് ഉത്ഭവിച്ച വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഇത് 1905-ൽ പുനർനിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന്റെ ആരംഭം പിന്തുടരുന്ന കഥ തുടർന്നു പറയുന്നു. രാവണന്റെ പിടിയിൽ നിന്ന് സീതാദേവിയെ തിരിച്ചെത്തിയ ശേഷം ലങ്കയിൽ നിന്ന് രാമൻ തിരിച്ചെത്തിയപ്പോൾ പാപത്തിൽ നിന്ന് മോചനം നേടാൻ അദ്ദേഹം ആഗ്രഹിച്ചു. രാവണനെ കൊല്ലുന്നു. അങ്ങനെ അവൻ പാപമോചനത്തിനായി ശിവനെ ആരാധിക്കാൻ തീരുമാനിച്ചു. ഈ ആവശ്യത്തിനായി ഒരു ശിവലിംഗം കടൽ തീരത്ത് സ്ഥാപിച്ചു. അതിനാൽ ഈ സ്ഥലം രാമേശ്വർ അല്ലെങ്കിൽ രാംനാഥി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാമേശ്വറിന്റെ തെക്കൻ തീരത്തുനിന്ന് മാറിയ സരസ്വത്ത് ബ്രാഹ്മണർ ക്രമീകരിച്ച ലൌടോലിമിൽ ഈ ദേവതയുടെ വിഗ്രഹം മുമ്പ് സ്ഥാപിച്ചിരുന്നു. പക്ഷേ അതിനാൽ ഏകദേശം 450 വർഷമായി ഈ സ്ഥലം ശ്രീ രാംനാഥി ക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധമായിരുന്നു. അകത്തെ ചാൻസലിലേക്കുള്ള പ്രവേശന കവാടത്തിൽ അത് സിൽവർ മെറ്റലിൽ ചില അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു.
ഒരു വിഗ്രഹം വിശ്വാസികൾ പവിത്രമായ ശിവലിംഗത്തെ ആരാധിക്കുന്നതും മറ്റൊരു വിഗ്രഹം പരമാത്മാവായ മഹാവിഷ്ണു തന്റെ ഭാര്യയായ ലക്ഷ്മി ദേവിയോടൊപ്പം ആദിശേഷനിൽ ഇരിക്കുന്നതും കാണാം. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഗോവയിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങൾക്കും അവരുടെ സഭാമണ്ഡപത്തിൽ കൂറ്റൻ തൂണുകളുണ്ട്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ അത്തരം തൂണുകളൊന്നുമില്ല. എന്നാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാത്രമായി ഒരു ഗാലറിയുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന്റെ നടുമുറ്റത്ത് അതിമനോഹരമായ 5 നിലകളുള്ള ദീപസ്തംഭം ഉണ്ട്. വിളക്കുകൾ തെളിയിക്കുന്നതിനുള്ള ഗോപുരം. മഹാശിവരാത്രി ഉത്സവമാണ് പ്രധാന ഉത്സവം. ഈ ഉത്സവത്തെ പാൽക്കി ഉത്സവം എന്ന് പറയപ്പെടുന്നു. മഹാശിവരാത്രി ഉത്സവം എല്ലാ വർഷവും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 6 ദിവസങ്ങളിലായി മഹോത്സവം ആഘോഷിക്കുന്നു. ഇത് മാഘവാദ്യ ദ്വാദശി നാളിൽ ആരംഭിച്ച് ഫാൽഗുന ശുദ്ധ ദ്വിതീയ നാളിൽ സമാപിക്കുന്നു. നവരാത്രി ഉത്സവ മഹോത്സവം, ദസറ നവരാത്രി ഉത്സവം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ 10 ദിവസത്തേക്ക് ആഘോഷിക്കുന്നു. അശ്വയുജ ശുദ്ധ പാഠ്യമി നാളിൽ ആരംഭിക്കുന്ന ഉത്സവം അശ്വയുജ ശുദ്ധ ഏകാദശിയിൽ അവസാനിക്കും. സങ്കീർണമായ ദ്രാവിഡ വാസ്തുവിദ്യയുടെ അടിസ്ഥാന ഘടകങ്ങൾ കലർന്ന ആധുനിക വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ക്ഷേത്രം. പ്രകൃതി ഭംഗിയും നല്ല ഭക്ഷണവും. ഗോവയിലെ കടൽത്തീരങ്ങൾ, പള്ളികൾ, പോർച്ചുഗീസ് സ്വാധീനമുള്ള വാസ്തുവിദ്യ എന്നിവയുടെ പ്രശംസകൾ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ സംസ്ഥാനത്തിന്റെ തീരത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിരുന്നാലും ഗോവയിൽ ഗംഭീരമായ പള്ളികളും യൂറോപ്യൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയും മാത്രമല്ല, ഗോവയുടെ ഹൃദയഭാഗത്ത് ഇന്ത്യൻ വാസ്തുവിദ്യയുടെയും പുരാതന സംസ്കാരത്തിന്റെയും അനുസ്മരണങ്ങൾ കാണാം. 5000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 3000-ൽ സംസ്ഥാനത്ത് സ്ഥാപിതമായതായി പറയപ്പെടുന്നു. ഗോവയിലെ ബന്ദിവാഡിലുള്ള ഈ അതിശയകരമായ ക്ഷേത്രം സംസ്ഥാനത്തിന്റെ സ്വകാര്യമായ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും തെളിവാണ്. ശ്രീ രാംനാഥ ദേവസ്ഥാന ദർശന സമയം എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ രാത്രി 9:30 വരെ ക്ഷേത്രം തുറന്നിരിക്കും.